എല്ലാ സുഹൃത്തുക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ പറ്റിയും ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റിയുമാണ്. നമ്മൾ ആദ്യമേ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ പറ്റി പറയുമ്പോൾ നിലവിൽ വന്നതെന്ന് വെച്ചാൽ 1993 മെയ് 17 നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ രൂപീകരിച്ചത് 1978 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. എന്നാലും ഒരു കമ്മീഷൻ്റെ പൂർണ്ണ രീതിയിൽ രൂപീകരിക്കപ്പെട്ട നിലവിൽ വന്നത് 1993 മെയ് 17 അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ന്യൂനപക്ഷ കമ്മീഷനിൽ മൊത്തം 7 പേരാണുള്ളത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു അധ്യക്ഷനും 6 അംഗങ്ങളും ന്യൂനപക്ഷ കമ്മീഷനുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി കാലാവധി, ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ കാലാവധി പറയുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായി നിലവിൽ കണക്കാക്കപ്പെടുന്ന മതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ഒപ്പം തന്നെ ഓർത്തിരിക്കുക ബുദ്ധമതം, ഒപ്പം ഓർത്തിരിക്കുക പാഴ്സി, ജൈനമതം. ഓക്കെ, എന്നീ മതങ്ങളാണ് നിലവിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷമായിട്ട് കണക്കാക്കപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഓർത്തിരിക്കുക ന്യൂനപക്ഷ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക മുഹമ്മദ് സാദിർ അലിയാണ് ആദ്യ അധ്യക്ഷൻ. ആരായിരുന്നു? മുഹമ്മദ് സാദിർ അലി ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. അടുത്തതായി നമുക്ക് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റി പഠിക്കാം. ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്ത്യയിൽ സ്ഥാപിതമായത് ഈ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഓഗസ്റ്റ് 14 നിലവിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, എത്ര അംഗങ്ങളെന്ന് ചോദിച്ചാൽ 5 പേരാണ് ഇതിലുള്ളത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ചെയർമാനും ഒരു അധ്യക്ഷനും 4 അംഗങ്ങളുമാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ എളുപ്പം പഠിക്കാൻ സാധിക്കും. കാലാവധി എത്രയാണ്? 3 വർഷമാണ് ഇവരുടെ കാലാവധി പറഞ്ഞു പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനെ ആരെന്ന് ചോദിച്ചാൽ AN പ്രസാദ് ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ 2018 102 ഭേദഗതിയിലൂടെ ഈ പറഞ്ഞ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ ഇപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 338B ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 338Bയിൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ 2 കമ്മീഷനെ പറ്റി പഠിക്കുകയുണ്ടായി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും ഓക്കെ, ഒപ്പം തന്നെ ഓർത്തിരിക്കുക ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റി പഠിക്കുകയുണ്ടായി. ഒരുപാട് തവണ PSC ഇതിനെപ്പറ്റി ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.